ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. അതായത് നമ്മളിപ്പോൾ റെഡി ആയിട്ടിരിക്കുകയാണ് ഒരു സ്ഥലം വരെ പോകാൻ. എവിടേക്കാണെന്നല്ലേ, കുറച്ച് സെറാമിക് പോട്ടുകൾ വേണമായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. അതും ഒരു പുതിയ കടയിലോട്ട്. നമ്മൾ ഇതുവരെ ആ കടയിൽ ഒന്നും വാങ്ങിയിട്ടില്ല. പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടുപിടിച്ചൊരു കടയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്, പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ഭയങ്കര ഒരു റോഡ് സൈഡ് ഷോപ്പാണ് കേട്ടോ. ഭയങ്കര വലിയ കട അല്ലെ, ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള കളക്ഷൻ അങ്ങനെയല്ല. പക്ഷേ ഒരുപാട് വെറൈറ്റി പോട്ടുകൾ നമ്മളവിടെ കണ്ടു, അതും നല്ല റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ. ഇതെൻ്റെ കയ്യിലുള്ള കുറച്ച് സെക്കലൻസ് ആണ് കേട്ടോ. ഇത് അത്യാവശ്യം വലിയ പോട്ടിലാണ് വെച്ചിട്ടുള്ളത്, പ്ലാസ്റ്റിക് പോട്ടുമാണ്. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി അറേഞ്ച് ചെയ്യാനായിട്ടുള്ള എളുപ്പത്തിനും കാണാനുള്ള ഭംഗിക്കും ഇത് സെറാമിക് പോട്ടിലാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും തോന്നും. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവിടെ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അവിടെ നല്ല ഭംഗിയുള്ള ഈ സെക്കുലൻസിൻ്റെ പോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പോകുന്നത് ഇതിന് വേണ്ടിയിട്ട് പോട്ട് വാങ്ങിക്കാനാണ്. പിന്നെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ പോട്ടുകളുടെ കടയാണെങ്കിൽ പോലും ഒരു കുഞ്ഞു നഴ്സറിയും കൂടെ ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നേരിട്ട് പോയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ആ നഴ്സറിയിൽ എത്തിയിട്ടുണ്ട്. ഇത് നഴ്സറി ഉണ്ട്, അതുപോലെ തന്നെ പോട്ടിൻ്റെ ഷോപ്പും കൂടെ ആയിട്ടുള്ളതാണ്. ചെറിയൊരു നഴ്സറി പ്ലസ് പോട്ട് ഷോപ്പ്. ഇതൊരു റോഡ് സൈഡ് ഷോപ്പാണ്. ഇതിപ്പം നമ്മൾ നാഗ്വര ഹെഗ്ഡെ നഗർ റോഡിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റോഡിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള ചെറിയ സൗണ്ടുകളും കാര്യങ്ങളൊക്കെ കാണും. പ്ലീസ് ഇഗ്നോർ ദാറ്റ്. ഫ്ലവറിങ് പ്ലാന്റ്സും അതുപോലത്തെ കുറച്ച് ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെയാണ് ഈ കാണുന്നത്. അതാണ് നമ്മൾ കയറി വരുമ്പോഴേ കാണുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് അതോട് വരുമ്പോൾ പല ഷേപ്പിലുള്ള പോട്ടുകൾ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ നമ്മളിന്ന് പോട്ട് നോക്കാനാണല്ലോ വന്നത്. അപ്പോൾ പോട്ടുകളുടെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 രൂപ മുതൽ 30 റുപ്പീസ് മുതൽ 1000 റുപ്പീസ് വരെയുള്ള പോട്ടുകളാണ് ഇവിടെ ഉള്ളത്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് പോട്ടുകൾ കാണാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് അധികം താമസിക്കാതെ അകത്തോട്ട് പോയി നോക്കാം. വരും. കയറി വരുമ്പോൾ തന്നെ രണ്ട് സൈഡിലും ഇവർ പോട്ട് കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന പോട്ടുകൾക്കെല്ലാം 400 റുപ്പീസ്, 200 സൈസ് അനുസരിച്ചിട്ട്. ഇത് 400, അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് 200, 150 അങ്ങനെ പോവും. ഇതിനെല്ലാം സൈസ് അനുസരിച്ചിട്ട് 500, 200, 150 അങ്ങനെയും പോവും. നമുക്കപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് കണ്ടോ, ഇത്രയും വലിയ ഒരു ഇത് ഫ്ലവർ വൈസ് ആയിട്ടും അതുപോലെ തന്നെ ലക്കി ബാമ്പു അല്ലെങ്കിൽ സ്പൈറൽ ബാമ്പു ഒക്കെ ഇട്ട് വയ്ക്കുന്ന ടൈപ്പൊക്കെ ഒരു പോട്ടാണിത്. ഇതിന് വന്നിട്ട് 200 റുപ്പീസാണ് അവർ പറയുന്നത്. ഇതിൻ്റെ തൊട്ട് വലിയ സൈസാണിത്. ഇതിന് 400 റുപ്പീസാണ്. ഇത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ഇരിക്കുന്ന ഇതെല്ലാം, ഈ ഒരു സൈഡിലിരിക്കുന്നതിനെല്ലാം 750 റുപ്പീസാണ്. പിന്നെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ 600, 650 അങ്ങനെയാണ് പോകുന്നത്. 30 റുപ്പീസ് മുതലാണ് ഇതെല്ലാം സ്റ്റാർട്ടാവുന്നത്. ഈ ചെറിയ ഇതെല്ലാം സെക്കുലൻസിൻ്റെ പ്ലാന്റേഴ്സാണ്. അതുപോലെ തന്നെ ഇവിടെ ബുദ്ധൻ്റെ മുഖത്തിൻ്റെ ഷേപ്പുള്ള ഇതൊക്കെ പ്ലാന്റേഴ്സൊക്കെ ഉണ്ട്. ये वाला कितने में है?
ഇതെല്ലാം 100 റുപ്പീസാണ്. പിന്നെ ഇത് നോക്കിയാൽ ഇത് സെറ്റായിട്ട് വരുന്നതാണ്. ഇത് 500 ആണ്. 3 സൈസിലുള്ള ഒരേ ഷേപ്പിലുള്ള പ്ലാന്റേഴ്സാണ്. ഇത് സിംഗിളായിട്ടും കൊടുക്കും, സെറ്റായിട്ടാണെങ്കിൽ 500 റുപ്പീസാണ് വരുന്നത്. ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട് ഇവിടെ. ഇനി ഇരിക്കുന്ന പ്ലാന്റേഴ്സിനെല്ലാം 1000 റുപ്പീസാണ്. ഇതാണ് ഇവിടെ ഏറ്റവും വില കൂടിയതെന്ന് പറയാനായിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ല ഹൈറ്റുള്ള പ്ലാന്റേഴ്സാണ്. ഇപ്പോൾ നമ്മൾ കണ്ടതിൻ്റെ ചെറിയ സൈസാണ്. ഇതിന് 500 റുപ്പീസാണ്. ഇതും ബുദ്ധൻ്റെ തന്നെ ഫേസുള്ള ഇതാണ്. ഈ ടൈപ്പിനെല്ലാം 200 റുപ്പീസാണ് കേട്ടോ. അതുപോലെ തന്നെ സെറ്റായിട്ട് വരുന്ന വേറൊരു പ്ലാന്ററാണ് ഇത്. ലോട്ടസിൻ്റെ ഷേപ്പിലുള്ളത്. ഇത് 2 പീസാണ് വരുന്നത്. ഇതിന് 350 റുപ്പീസാണ്. ഇതിൻ്റെ പല ഷെയ്ഡ്സ് ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ബോൺസായി പ്ലാന്റേഴ്സൊക്കെ ഉണ്ട്. ഇതിനെല്ലാം 350 റുപ്പീസാണ്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് വേറെ ഷേപ്പിലുള്ള പ്ലാന്റേഴ്സ്, ഇത് ഹാങ് ചെയ്യാൻ കൂടി പറ്റിയ ടൈപ്പുകളാണ്. ഇതിനെല്ലാം 200 റുപ്പീസാണ്. പിന്നെ ഫുട്ബോളിൻ്റെ ഷേപ്പിലുള്ള പ്ലാന്റേഴ്സ് ഉണ്ട്. ഇതിനെല്ലാം 170 റുപ്പീസേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ എല്ലാ കളേഴ്സും ഉണ്ട് ഇവിടെ. അതാണൊരു പ്രത്യേകത. ഇത് ഒരു സെറ്റായിട്ടുള്ളൊരു പ്ലാന്ററാണ് കാണിക്കുന്നത്. ഇത് 3 എണ്ണമായിട്ടാണ് വരുന്നത്. ഇതിന് 400 റുപ്പീസാണ്. 3 സൈസിലുള്ളത് 400. ഇതിൻ്റെയും ഒരുപാട് ഷെയ്ഡ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഓറഞ്ച്, യെല്ലോ, വൈറ്റ് അങ്ങനെ പോകും. ഈ ഇരിക്കുന്നതിലെല്ലാം ഒരു 70-80 റുപ്പീസിലുള്ള ഇതാണ്. ഹൈറ്റ് അനുസരിച്ചിട്ട് 70 അല്ലെങ്കിൽ 80 ആയിട്ട് കൊടുക്കേണ്ടി വരും. ഇത് നോക്കി, ഈ പീകോക്കിൻ്റെ ഇതിന് 200 റുപ്പീസാണ്. നല്ല ഭംഗിയുണ്ട്. ഹൈറ്റിലൊക്കെ പ്ലാന്റേഴ്സ്, അതായത് സ്റ്റൂളിനൊക്കെ പകരം ഇതിന് 3 ലെഗുള്ള ടൈപ്പാണ്. ഇതിന് 650 റുപ്പീസാണ്. 750 റുപ്പീസാണ്. അതുപോലെ തന്നെ ഹൈറ്റിൽ വെക്കാൻ പറ്റുന്ന വേറൊരെണ്ണമാണ് ഇവിടെ ഉള്ളത്. ഇതിനും സെയിം പ്രൈസാണ്, 750 തന്നെ. ഇതിനെല്ലാം 350 റുപ്പീസേ ഉള്ളൂ. നോക്കി, ഇതിൻ്റെ ഒരു ഡെപ്തും നല്ല വലിപ്പമുള്ള ഇതാണ്. 350 റുപ്പീസേ ഉള്ളൂ. ഇവിടെ സ്വാൻ്റെ ഷേപ്പിലുള്ള പ്ലാന്റേഴ്സ് ഉണ്ട്. ഇത് 650 ഉണ്ട്, 750 ഉണ്ട്. ഇത് ചെറുതാണ്, ഇതിന് 650. ഇരിക്കുന്ന അതിനെല്ലാം 750 ആണ്. ഈ പ്ലാന്ററിനെല്ലാം 750 റുപ്പീസാണ്. ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ മറ്റു നഴ്സറീസിലൊക്കെ പോകുമ്പോഴത്തേക്ക് അങ്ങനെ അധികം ഇങ്ങനെ കാണാത്ത ടൈപ്പ് ഡിസൈൻസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. സ്വാനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനത്തെ ഈ സിലിണ്ടറിക്കൽ ഷേപ്പിലും ഈ ലെഗ് ഉള്ളതൊന്നും അധികം ഇങ്ങനെ കണ്ടിട്ടില്ല. ഇതിന് 180 റുപ്പീസാണ് കേട്ടോ. ഇത് നല്ലൊരു ഷേപ്പാണ്. ഇതിൽ സെക്കുലൻസ് പല ടൈപ്പൊക്കെ ഒരുമിച്ച് നടാനൊക്കെ പറ്റുന്നൊരു ടൈപ്പാണ്. നല്ല ഭംഗിയുണ്ട്. ഈ ചെറിയ ആനയ്ക്കൊക്കെ 170 റുപ്പീസാണ് പറയുന്നത്. ടോട്ടോയ്സിനെല്ലാം 250 റുപ്പീസാണ്. അതും പല കളേഴ്സിലുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ബൂട്ടിൻ്റെ ഷേപ്പിലുള്ള പ്ലാന്റേഴ്സാണ്. ഇത് ഒരെണ്ണത്തിന് 200 റുപ്പീസ് വെച്ചിട്ടാണ്. ഇപ്പോൾ ഈ കാണുന്ന ബോട്ടിന് 200 റുപ്പീസാണ്. അപ്പോൾ നമ്മൾ മറ്റ് നോർമൽ നഴ്സറീസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് റേറ്റിലും നല്ല വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി പോട്ട്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ പരിസരത്ത് ഇല്ലെങ്കിൽ ഇങ്ങോട്ടൊക്കെ പറ്റുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ്. ഒരുപാട് വെറൈറ്റി ഉണ്ട്. നമ്മളൊരു പോട്ട് ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും വെറൈറ്റി ഞാനിതുവരെ എങ്ങും കണ്ടിട്ടില്ല. അപ്പോൾ ഒന്ന് വന്ന് ഇവിടെ അടുത്തെങ്ങാനുള്ളവരാണെങ്കിൽ ഒന്ന് വന്ന് കണ്ടു നോക്കാം. ഇവിടെ ഇപ്പോൾ ഒരു റോഡിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് നോക്കിയെങ്കിലേ ഇത് മനസ്സിലാവത്തുള്ളൂ. ഇത് കുറച്ച് ഉള്ളിലോട്ട് കയറിയിരിക്കുന്നതാണ്. ഇപ്പോൾ ഈ കാണുന്ന ഈ ദീപുവിൻ്റെ കയ്യിലിരിക്കുന്നതിനെല്ലാം 300-350 റേഞ്ചിലുള്ള പോട്ടുകളാണ്. അത് നല്ല റെയർ ഷെയ്ഡുകളാണ്. ഒരു ഡാർക്ക് ഗ്രീൻ, പീച്ച്, അങ്ങനത്തെ അതിൻ്റെ ഒരുപാട് ഷെയ്ഡുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ദീപിൻ്റെ കയ്യിലിരിക്കുന്നതിന് 850 റുപ്പീസിൻ്റെതാണ്. അതിൻ്റെയും കുറച്ച് കളേഴ്സ് അവൈലബിൾ ആണ്. ഇതൊക്കെ ഒരു കോർണറിലൊക്കെ വെക്കാനായിട്ട് അടിപൊളിയായിട്ട് നല്ല ഡെപ്തുള്ള പോട്ടുകളാണ്. ഇപ്പോൾ ദീപിൻ്റെ കയ്യിലിരിക്കുന്നതിന് 270 റുപ്പീസാണ്.
ഇതിനെല്ലാം 270 ആണ്. അതുപോലെ തന്നെ ആ പോട്ടുകളെല്ലാം വെച്ചിരിക്കുന്ന ഹൈറ്റ് കൂട്ടാനായിട്ടുള്ള ഒരു സ്റ്റാൻഡിലാണ് വെച്ചിട്ടുള്ളത്. ആ സ്റ്റാൻഡ് കിട്ടുന്ന അത് സെറാമിക് ഇതിലുള്ള സെറാമിക്കിൻ്റെ തന്നെ ഒരു സ്റ്റാൻഡാണ്. നമുക്ക് ഓക്കെ, ഇത് നമുക്കൊരു സ്റ്റൂളായിട്ടും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് കോർണറിലോ എവിടെയെങ്കിലുമൊക്കെ സ്റ്റാൻഡിൻ്റെ ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുമൊക്കെ യൂസ് ചെയ്യുന്ന പോട്ടിൻ്റെ സ്റ്റാൻഡാണ്. 350 റുപ്പീസാണ്. അതിൻ്റെ പല കളേഴ്സ് ഉണ്ട്, പല ഹൈറ്റിലുള്ളതുണ്ട്. അതിൻ്റെ ബാക്കിലിരിക്കുന്നതിന് 400 റുപ്പീസാണ്. ഈ കാണുന്ന കപ്പിൻ്റെ ഷേപ്പിലുള്ളതിനെല്ലാം 170 റുപ്പീസാണ്. 170 അല്ലേ? അതിൻ്റെയും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പല ഷേപ്പിലുള്ള പല ഷെയ്ഡുകളുണ്ട്. ഇത് വേറെ ഷേപ്പിലുള്ള പോട്ട്. ഇതെല്ലാം 350 റുപ്പീസിൻ്റെയാണ്. ഈ കാണുന്ന പോട്ടിൻ്റെ അടുത്തോട്ട് വന്ന് ഇത് ഒറ്റ ഒരു പോട്ടാന്ന് വിചാരിച്ചിട്ട് ഡബിൾ ഷെയ്ഡാന്ന് വിചാരിച്ചു. പക്ഷേ അടുത്തോട്ട് വന്നപ്പോഴാണ് മനസ്സിലായി ഇത് രണ്ടും രണ്ടാണ്. ഇതിനെല്ലാം 400 റുപ്പീസാണ്. കണ്ടോ, എല്ലാത്തിനും നല്ല വെയിറ്റാണ്. ഇവിടെ അതുപോലെ ബോട്ടിൻ്റെ സെറ്റുകളുണ്ട്. ബോട്ട് ഷേപ്പിലുള്ള പ്ലാന്റേഴ്സിൻ്റെ സെറ്റുകളാണ് ഈ കാണുന്നത്. ഇത് 350 മുതൽ 450 വരെ ഓരോ സെറ്റിന് കളേഴ്സും ഡിസൈൻസും അനുസരിച്ച് 350, 450 വലിപ്പം അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇത് നോക്കൂ, ഇത് ചെറിയ സ്വാൻ്റെ ഷേപ്പിലുള്ള പ്ലാന്റേഴ്സാണ്. 200 റുപ്പീസാണ്. വേറെയും ടൈപ്പ് സെറ്റുകളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഒരുപാട് സെറ്റായിട്ടുള്ള പ്ലാന്റേഴ്സ് ഉണ്ട്. ഇതിന് 450 ആണ് സെറ്റിന്. അതുപോലെ തന്നെ ഈ ടീൽ ബ്ലൂ കളറിലുള്ളത് ഇത് ഹാങ്ങിങ് പ്ലാന്റേഴ്സാണ്. 2 പീസിന് 400 റുപ്പീസാണ്. ഇതിൻ്റെയും പല ഷെയ്ഡുകളുണ്ട്. ഇതെല്ലാം നമ്മുടെ ഈ ഫെയറി ഗാർഡൻ പോലെയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ നടുക്കൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടൊക്കെ ഉള്ള പീസ് ഇതാണ്. അതിനെല്ലാം 40 രൂപ 50 രൂപ ആ ഒരു റേഞ്ചിലാണ് ആ ചെറുതിനെല്ലാം. ഇത് വന്നിട്ട് സെക്കുലൻസിൻ്റെ പ്ലാന്റേഴ്സാണ്, ആനിമൽസിൻ്റെ ഷേപ്പിലുള്ളത്. ഇതിന് വന്നിട്ട് 70 റുപ്പീസാണ്. ഇപ്പോൾ ഈ കാണുന്ന ഈ ക്യൂട്ടായിട്ടുള്ള ഈ ഓരോ ഇത് സെക്കുലൻസിൻ്റെ പ്ലാന്റേഴ്സാണ്. ഇതിനെല്ലാം 80 റുപ്പീസാണ്. പല പല ഫേസസ് ആയിട്ടുള്ളതുണ്ട്. പിഗിൻ്റെതുണ്ട്, ഒരു ഗേളിൻ്റെത്, അങ്ങനെ ഒരുപാടുണ്ട്. ഇതിനെല്ലാം 80. ഇതിൻ്റെ ബാക്കിലിരിക്കുന്ന ഈ ലോട്ടസിൻ്റെ പോലത്തെ ഈ കാണുന്ന ഇതിന് 70 റുപ്പീസാണ്. ഇതും നല്ലൊരു ഭംഗിയുള്ളൊരു പ്ലാന്റ്, ഒരു ഡബിൾ ഷെയ്ഡിൽ വരുന്ന ഇതിന് 150 റുപ്പീസാണ്. ഇവർക്കൊരു ചെറിയ സക്കുലൻസിൻ്റെ കളക്ഷനും ഉണ്ട്. ഒരുപാട് വലുതൊന്നുമല്ല, എങ്കിൽ പോലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതിനെല്ലാം 50 രൂപ വെച്ചിട്ടാണ് ഒരു പീസിന് അവർ ചാർജ് ചെയ്യുന്നത്. ഇതെല്ലാം 100 രൂപയുടെയാണ് ഈ കാണുന്നത്. പിന്നെ ഈ ഒരു സെക്ഷനിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇതിനെല്ലാം 150, 200 അങ്ങനെ അതിൻ്റെ സൈസ് അനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെല്ലാം 300 ആണ് പറയുന്നത്. ഒരുപാടില്ല, എന്നാലും അത്യാവശ്യത്തിനുള്ളതൊക്കെ ഉണ്ട്. ഈ ഒരു വലിയ പ്ലാന്റ് ഹെലിക്കോണിയ സിറ്റകോറം എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റാണ്. ഇതിന് ഒരൊറ്റ വലിയൊരു പ്ലാന്റിന് 1000 റുപ്പീസാണ് പറയുന്നത്. പക്ഷേ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. ഇത് ഫുള്ളി ഇൻഡോർ ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. അതുപോലെ തന്നെ ഇവിടെ റബ്ബർ പ്ലാന്റുകൾ ഒരുപാടുണ്ട്. അത്യാവശ്യം സൈസ് നല്ല വലുതാണ് കേട്ടോ. ഇത് ഈ റബ്ബർ പ്ലാന്റിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് 350 റുപ്പീസാണ്. എനിക്ക് തോന്നുന്നു 350ക്ക് നല്ല ലാഭമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുതൊരെണ്ണം വാങ്ങിക്കുമ്പോൾ തന്നെ 200 കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത്. ഇത് ഭയങ്കര സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റാണ്. അതുകൊണ്ട് ഈ ഒരു സൈസിൽ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഏകദേശം ഒരു 2 വർഷമായിട്ടുള്ള വീട്ടിലിരിക്കുന്നുണ്ട്. ഒരനക്കവും ഇല്ല, അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സെക്കുലൻസും അങ്ങനത്തെ പ്ലാന്റുകളൊക്കെയാണ് ഈ സൈഡിൽ ഈ പോട്ടിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇവിടെ വെച്ചിട്ടുള്ളത്. ഇനി ഇത് അവരുടെ ഇൻഡോർ പ്ലാന്റിൻ്റെ സെക്ഷനാണ്. നമുക്ക് ഓടിച്ചിട്ട് ഒന്ന് കണ്ടിട്ട് വരാം.
1000 റുപ്പീസാണ് ഈ പൂജയുടെ ഷേപ്പിലുള്ളത്. ഇതിൻ്റെ പല ഡിസൈൻസ് ഉണ്ട്. ഇത് എങ്ങും കാണാത്ത ടൈപ്പാണ്. ഇതൊരു വലിയ പ്ലാന്ററും ഉണ്ട്, പ്ലസ് ഒരു സ്റ്റാൻഡും ഉണ്ട്. ഇതിന് ഇത്രയും കൂടെ 1000 റുപ്പീസ്. അപ്പോൾ ഈ കാണുന്ന ഇത്രയും പ്ലാന്റേഴ്സും ഈ ഒരു സെക്കുലൻ പ്ലാന്റുമാണ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിയത്. അവിടെ അത് വൈൻഡപ്പ് ചെയ്യാനായിട്ട് നിന്ന സമയത്ത് നല്ല മഴ പെയ്തു. അതുകൊണ്ട് അവിടെ നിന്ന് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇത്രയും ഇതിന് നമ്മൾ 850 റുപ്പീസാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ 3 പ്ലാന്റേഴ്സും മീഡിയം സൈസിലുള്ള 2 എണ്ണവും ബാക്കി സെക്കുലൻസിൻ്റെ 3 ചെറിയ ക്യൂട്ടായിട്ടുള്ള നല്ല 3 ചെറുതുമാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. 850 റുപ്പീസിന് ഇത് എന്തായാലും ഒരു അടിപൊളി ഡീല് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.